വില്ല് ഇത് കമ്പായിട്ട് വരും എന്ന് പറയും. അപ്പം നമ്മളറിയാതെ ഇവരെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പതറും. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾക്കൊരു പ്രത്യേക ശക്തി കിട്ടും. അത്രക്കായ ശരിയാക്കി തരാം. ഈ ഒരു പവറാണ് നമുക്ക് വേണ്ടത്. ഞാനത് ഇവിടെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിന്ന് ജയിച്ചിരിക്കും. ഞാൻ ഇതില് തന്നെ നിൽക്കുള്ളൂ. നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടില്ല. ഞാൻ വീട്ടിൽ കിടന്ന് പയറ്റും. പുറത്തേക്ക് ഇറങ്ങി എനിക്ക് പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, വീട്ടിൽ കിടന്ന് പയറ്റുന്ന അതേ പയറ്റായിരിക്കണം നമ്മൾ പുറത്തിറങ്ങിയാലും ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് ആണ് കസ്റ്റമർ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം. നമ്മുടെ കോൺഫിഡൻസ് ആണ്. നമ്മൾ എന്താണോ അത് നമ്മൾ വിചാരിച്ചാൽ ഒരു ഒരു എക്സ്ക്യൂസും ഇല്ല, അത് കിട്ടിയിരിക്കും. നമ്മൾ വിചാരിക്കണം. കസ്റ്റമർ എന്തും പറഞ്ഞോട്ടെ. പക്ഷേ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അത് അത് കസ്റ്റമറുടെ ആരാണ് എന്താണെന്ന് നോക്കണ്ട കേട്ടോ. നടന്നി അത് നമ്മുടെ പവറാണത്. പവർ. ചില കാര്യങ്ങള് അത് കുറച്ച് കുറവായി പോയി. ശരിയായിക്കോളും. നിരന്തര പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക. ഈ ഡ്രീമിനെ കുറിച്ച് എല്ലാവരോടും പറയാം കേട്ടോ. ഓക്കെ, ഷീല മാഡം. സാറേ, സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്ലാസ് എന്താ പറയാ, മകൻ കേട്ടിട്ടില്ല. അവൻ ഒരാഴ്ച കഴിഞ്ഞ് ഇന്നലെ ഇപ്പൊ വീട്ടിൽ കയറി വന്നതാണ്. സത്യം പറഞ്ഞ കയറി വന്ന വഴിക്ക് അവൻ ചോദിക്കാം, അവന്റെ ആഗ്രഹവും എന്റെ ആഗ്രഹവും ഒരേപോലെയാണ്. അപ്പൊ അവൻ ചോദിക്കുക, എന്നാ താറ് വാങ്ങാൻ പോണത്? മഹീന്ദ്ര അല്ല മറ്റേ മാരുതിയിൽ പോയി മടുത്തുന്ന്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്നിട്ട് നമ്മുടെ ഗ്രൂപ്പില്, ഞങ്ങളുടെ ആ ഗ്രൂപ്പിലിട്ട എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവന് പറഞ്ഞു കൊടുത്തു. അപ്പൊ പറയാ വേഗം തന്നെ വാങ്ങുകയെന്ന്. സത്യം പറഞ്ഞ ആ ഒരു മനസ്സിന്റെ ഒരു ഇത് മ്യൂട്ട് ആയിട്ടുണ്ട്. അത്രയും കോയിൻസിഡൻസ് ആയി ശരിക്കും. സത്യം പറഞ്ഞ ആ ഒരു ചോദിച്ചപ്പോ താരെന്നാ വാങ്ങണേന്ന് ചോദിച്ചത്. വെരി ഗുഡ്. ഓക്കെ, എന്താണ് ജയകുമാരി? മൈക്ക് അൺമ്യൂട്ട്. സാർ, ഞാൻ ഇന്ന് രാവിലെ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാനൊരു 3 മാസത്തിനകം വണ്ടി മേടിക്കുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, നീ എന്നെ വട്ട് പറയുവാണോ എന്നോട് ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? അപ്പൊ ഞാൻ പറഞ്ഞല്ല, ഞാൻ തീർച്ചയായിട്ടും വാങ്ങിച്ചിരിക്കും എന്ന് പറഞ്ഞു. എങ്ങനെ വാങ്ങിച്ചു ചോദിച്ചാ? എങ്ങനെ വാങ്ങിക്കും ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കോട്ടേജ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ എടുക്കും. ഞാൻ 16-ാം തീയതി കോട്ടേജ് വാങ്ങിക്കും. അത് ഞാൻ വിൽക്കും. അപ്പൊ എനിക്ക് എസ്പെഡിന്ന് കാശ് കിട്ടും. അപ്പൊ ഞാൻ വാങ്ങിക്കുമെന്ന് പറഞ്ഞു. ആര് ഓടിക്കുമെന്ന് ചോദിച്ചു. ആരോടിക്കുമെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഡ്രൈവിംഗ് പഠിക്കും, ചേട്ടനും കൂടെ പഠിച്ചോളാനും പറഞ്ഞു. വേണമെങ്കിൽ ചേട്ടൻ പഠിച്ചോ, അല്ലെങ്കിൽ ഞാൻ ഓടിച്ച ലെഫ്റ്റ് സൈഡിൽ ഇരിക്കേണ്ടി വരും അല്ലേ? അതാണ്. യെസ്, ഇതാണ് വേണം ചെങ്കുറ്റം അല്ലേ? ഇങ്ങനെ പറയാൻ നമ്മളെ കൊണ്ട് പറ്റണം. വേണമെങ്കിൽ ചേട്ടാ പഠിച്ചോ, അല്ലെങ്കിൽ എന്റെ സൈഡിൽ ഇരുന്ന് യാത്ര ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് നിങ്ങൾ ഇപ്പൊ ജയകുമാരി പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഷീലച്ചി പറഞ്ഞ പോലെ തന്നെ 10 ആളുടെ മുമ്പിൽ പറയാൻ തയ്യാറാവണം. ചോദിക്കണം, അവർ നാണം കെടുത്തണം നമ്മളെ. ഇങ്ങനെ നടക്കൂ. അപ്പൊ എന്ത് പറ്റും? ഈ ചോദ്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ അറിയാത്ത ഒരു പ്രത്യേക പവർ നമ്മളിലേക്ക് വരും. ഒന്നും സിമ്പിളായിട്ട് നടക്കില്ലാന്നേ. അതിനൊക്കെ ഓരോ വഴികളുണ്ട്, റൂട്ടുകളുണ്ട്. ആ റൂട്ട് അനുസരിച്ചേ പറ്റുള്ളൂ. കാറ് വാങ്ങിയിട്ട് 10 ആളോട് പറയാം, നടക്കില്ല, കിട്ടില്ല അല്ലെ? കാറ് വാങ്ങിയിട്ടല്ല പറയേണ്ടത്, വാങ്ങുന്നതിന് മുമ്പ് അത് പറഞ്ഞെങ്കിലേ അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ശരി, ഞാൻ കൂടുതൽ സമയം